ഞാനും സുതപ്പനൊന്നും ജോലിയും പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ വേഗം ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി. കറങ്ങാൻ പോണത് വേറെ ഒന്നുമല്ല, നമുക്കിന്നൊന്ന് കടക്കര വരെ പോകാനുണ്ട്. കടക്കര വരെ പോണ കൂട്ടത്തിൽ കൂടി നമുക്ക് ശ്രുതിനെയും കൂടി കയറി കാണാം. ശ്രുതിനെ ആണെങ്കിൽ ഇന്നലെ ഞാൻ പോയി കണ്ടതാണ്. എന്നാലും ശരി, പറൂരൻ കടന്ന് നമ്മൾ അപ്പുറത്തോട്ട് പോകണ്ട എങ്കിൽ ശ്രുതിനെ കാണാതെ എനിക്ക് പോവാതിരിക്കാൻ പറ്റൂല. അപ്പോഴാണെങ്കിൽ ഇനി കുഞ്ഞുവാവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. മിക്കവാറും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ആയിരിക്കുള്ളൂ കൂടുതൽ കാണാൻ പോണത്. അങ്ങനെ ഞാൻ ശ്രുതിനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് ഇപ്പം എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവളാണെങ്കിൽ അവൾക്ക് കഴിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആൾക്ക് ഇത്തിരി ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷുഗറുള്ള സാധനങ്ങളൊക്കെ വേണോ അത്രേ. അത് ഞാൻ പറഞ്ഞു 2-3 ആഴ്ചയൊക്കെ കഴിയട്ടെ, ബേബി വന്നതിന് ശേഷം മേടിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ മോള് ഇതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിച്ച് ചോദിച്ചതുകൊണ്ട് തന്നെ എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചേച്ചി വരുമല്ല, എന്താണ് വൈകിയതെന്നൊക്കെ ചോദിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്നോട് ആൻറ്റി പറയുന്നുണ്ട്, വാ അകത്തേക്ക് കയറിയിട്ടല്ലേ സാധനങ്ങളൊക്കെ തരണേന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ അകത്തേക്ക് അങ്ങൊന്നും പെട്ടെന്ന് അങ്ങനെ കയറാറൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടപടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിലും അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ സമയങ്ങൾ എടുക്കുന്നത് ഉച്ചേട്ടൻ കൂടെ പോകുമ്പോൾ മാത്രമാണ്. അതല്ലെങ്കിൽ എനിക്ക് ഒന്നരാടം അവരെ കാണാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ എറാത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പോരും. ഇന്നിപ്പോൾ എറാത്തിരുന്നില്ല, കുറച്ച് നേരം അവിടെ നിന്ന് തന്നെ വർത്താനം പറഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഒരു കൊച്ചു സർപ്രൈസൊക്കെ ഒപ്പിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കൊച്ചു ബേബിനോട് ടാറ്റയൊക്കെ പറയാനായിട്ടാ. അപ്പോൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധുവും പറയുന്നുണ്ട് വാവനോട് ടാറ്റ. സുധു കുറച്ച് നാണമുണ്ടോ സുധുവിന് വാവനോട് ഇങ്ങനെ. ചിലപ്പോൾ ആൾ പുറത്ത് വരുമ്പോൾ സെറ്റാവും. ഇപ്പം അകത്തുള്ളത് കൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നത്. ആൾക്ക് കുറച്ച് ഷൈനിയാണ്. എന്നാലും ആൻറ്റി പറയുന്നുണ്ട് വാവക്ക് ടാറ്റ കൊടുക്കുക, വാവയുടെ ചേട്ടായി ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമുക്കിനി വേഗം കടക്കരയിലോട്ട് പോവാം. കടക്കരയിലെ ഒരു കൊച്ചു സർപ്രൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.